നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ജനുവരി മാസത്തെ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ചു നോക്കാം. ഒരു പുതിയ വർഷം തുടങ്ങുകയാണ്. അപ്പോൾ ഈ വർഷത്തിൽ ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ രീതിയിലുള്ള ഗുണഫലങ്ങളാണ് അനുഭവിക്കാനുള്ള യോഗമെന്ന് നോക്കാം. ഈ മാസത്തിൽ എന്തായാലും അത്ര പരിപൂർണമായിട്ടുള്ള ഗുണഫലങ്ങൾ പറയാൻ പറ്റില്ല. എന്നാൽ വലിയൊരു ദോഷം പറയാനും വയ്യ. കാരണം ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജന്മത്തിൽ ശനിയാണ് നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഏഴശനിയിൽ ജന്മശനി കുറച്ച് മാനസികമായിട്ട് ടെൻഷനും ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളും അഭിവൃദ്ധിക്ക് കുറച്ച് കുറവൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം കൊണ്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് മുടങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ചാരവശാൽ 4-ാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അപ്പം ചാരവശാൽ വ്യാഴം 4 നിൽക്കുന്ന അത്ര ഉത്തമമല്ല. അപ്പോൾ ഇത്തിരി വ്യാഴപ്പഴമുണ്ട്. വിഷ്ണുക്ഷേത്ര നെയ്വിളക്ക്, ഭാഗ്യസൂക്ത, പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്യണം. പക്ഷെ കർമാധിപതിയായിരിക്കുന്ന വ്യാഴം കർമ്മസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്ത് നിൽക്കുന്നതാണ് തൊഴിലിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗ. കാരണം ഭാഗ്യാധിപതി കർമ്മസ്ഥാനത്താണ് നിൽക്കുന്നത്, നിവർത്തി സ്ഥാനാധിപതിയോട് ചേർന്നിട്ട്. അപ്പം തൊഴിലിൽ നേതൃത്വ സ്ഥാനത്തിന് യോഗമുണ്ട്. മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിൽ മാനസികമായിട്ട് സന്തോഷം അനുഭവിക്കുക എന്നുള്ളൊരു യോഗം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. നേതൃത്വ സ്വഭാവം, മാനേജിംഗ് പവറിലുള്ള തൊഴിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. പ്രത്യേകിച്ചും ഭാഗ്യാധിപതി കർമ്മസ്ഥാനത്തേക്ക് നേരം തൊഴിലിൽ ഭാഗ്യം അനുഭവിക്കാനുള്ളൊരു യോഗമുണ്ട്. എന്ന് മാത്രമല്ല ടെക്നിക്കലായിട്ടുള്ള മേഖലയിലൊക്കെ സ്വതന്ത്രമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനും മറ്റുള്ളവരുടെ അപ്രിയേഷൻ തൊഴിൽ കിട്ടാനും യോഗമുള്ളൊരു സമയമാണ്. അപ്പോൾ സർവാഭിഷ്ട സ്ഥാനത്താണ് ശുക്രൻ നിൽക്കുന്നത്. അപ്പോൾ ആ ശുക്രൻ രംഗായോഗം ചെയ്താണ് നിൽക്കുന്നത് 15-ാം തീയതിക്ക് ശേഷം. 15-ാം തീയതി വരെ ശുക്രൻ ഒറ്റയ്ക്ക് സർവാഭിഷ്ട സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ നല്ല സഹായങ്ങൾ കിട്ടാനുള്ളൊരു യോഗ ആ സമയത്തുണ്ട്. 15-ാം തീയതി ചൊവ്വ ഭാഗ്യാധിപതി ലാഭസ്ഥാനത്തേക്ക് മാറും. അപ്പം ഭാഗ്യം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. കാരണം ചൊവ്വ ഉച്ച ബലവാനായിട്ട് പൂർണ്ണ ബലവാനായിട്ടാണ് സർവാഭിഷ്ട സ്ഥാനത്ത് ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്നത്. 17-ാം തീയതി ബുധനും കൂടി അങ്ങോട്ട് വരും. അപ്പോൾ നിവർത്തി സ്ഥാനാധിപതി ലാഭസ്ഥാനത്തേക്ക് വരുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയുള്ളത് കാരണമുണ്ട്. പൊതുവെ എല്ലാ ഗ്രഹങ്ങളുടെയും ഇഷ്ടഭാവസ്ഥിതി ഉണ്ട് എന്ന് തന്നെ വേണം പറയാനായിട്ട്. ശത്രുസ്ഥാനത്താണ് കേതു നിൽക്കുന്നത്. അപ്പോൾ കേതു 6-ൽ ഇഷ്ടസ്ഥാനമായത് കാരണം കൊണ്ട് കേതുവിന് പറഞ്ഞ ഗുണഫലങ്ങളൊക്കെ തരുമെങ്കിലും ശാരീരികമായിട്ട് ഉദര സംബന്ധമായിട്ട് കുറച്ച് രോഗാവസ്ഥ, കാൽപാദത്തിന് വേദന, 10 രൂപ ചിലവാക്കേണ്ടടുത്ത് 20 രൂപ ചിലവാക്കേണ്ട അവസ്ഥ വരിക, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്ക് യോഗമാണ്. എന്നാലും എല്ലാ ഗ്രഹങ്ങളും ലഗ്നാൽ സർവാഭിഷ്ട സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്നൊരു ഗുണമുള്ളത് കാരണം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന ലാഭവും നേട്ടങ്ങളും ഉണ്ടാക്കാനായിട്ട് യോഗമുണ്ട്. പക്ഷേ ഒരു കുഴപ്പമെന്ന് വെച്ചെന്നാൽ ശനിദോഷം. നല്ല പ്രതീക്ഷയോടുകൂടി പണിയെടുത്താലും അതിൻ്റെ പ്രതിഫലം കിട്ടുന്ന സമയത്ത് നമുക്ക് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ചിലപ്പം ഗുണം കിട്ടിയില്ല എന്നൊരു നിരാശ അവസാന സമയത്ത് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ വ്യാഴപ്പണിൻ്റെ ഒരു പ്രശ്നം കൂടിയുണ്ട്. അപ്പോൾ അയ്യപ്പ ക്ഷേത്രത്തിലും വിഷ്ണു ക്ഷേത്രത്തിലും ചെയ്യാനുള്ള വഴിപാട് മുടങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അനാവശ്യ ചിലവ്, കാൽപാദത്തിന് വേദന, അതേപോലെ തന്നെ ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാതിരിക്കാനൊക്കെ ആയിട്ട് നാഗപൂജയും രാഹുപൂജയും കേതുപൂജയും ഒന്നെങ്കിൽ ചെയ്യുക, അതല്ലെങ്കിൽ നാഗപൂജ ചെയ്യുക. അപ്പോൾ ഇത്രയും നല്ല വഴിപാട്, പ്രാർത്ഥന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തിൽ, ഈ മാസത്തിൽ നല്ല രീതിയിലുള്ള ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. യോഗം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.